ഹലാൽ എന്ന വാക്കിന് ശുദ്ധമായത് എന്നേ അർത്ഥമുള്ളൂ. അതായത് നമ്മളിപ്പോൾ പറയുന്ന ചില മാംസങ്ങൾ നമുക്ക് ഹറാമാന്ന് പറയുന്നത് ശാസ്ത്രീയപരമായിട്ടും അത് ഓവറായിട്ട് കഴിക്കുന്നത് നമ്മുടെ വയറിനും നമ്മുടെ ചെറുകുടലിനും അതുപോലെ തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ശാസ്ത്രീയമായി തെളിയിച്ചാണ്. അതാണ് സംഭവം. പക്ഷെ ഇത് മതം പിടിച്ചിട്ട് വേറെ അത് സ്വർഗത്തിലേക്കുള്ള പാതയാക്കി എടുത്തതാണ്. തീർച്ചയായിട്ടും. അപ്പം ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ ഹറാമായത് കഴിക്കില്ല, ഹലാലായതേ കഴിക്കും. ഞാൻ ഇതുവരെ ഹറാമ് കഴിക്കാൻ നമുക്കിപ്പോ ഹറാം എന്ന് പറയാൻ ഇപ്പൊ പന്നിയിറച്ചിയാണ് എൻ്റെ അറിവിലുള്ളത്. എനിക്ക് ബീഫ് തന്നെ എനിക്ക് കഴിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. അതുകൊണ്ട് ബീഫിനിപ്പം സംഘികളുടേതാണ് എന്ന് ആയതുകൊണ്ടൊന്നും അല്ല കേട്ടോ ബീഫ് ഞാൻ കഴിക്കാത്തത്. എനിക്ക് ബീഫ് എങ്ങനെയാ സംഘികളുടെ ആകുന്നത്? ഗോമാതാവ് അവരുടെ ദൈവമാണല്ലോ. അല്ല ബീഫ് അതാണ് അതൊക്കെ. പക്ഷേ ബീഫ് എന്ന് പറയുന്നത് പോത്തിറച്ചിയാ. പശുവിനെ കൊല്ലുന്നതോട് എനിക്കും വിയോജിപ്പുണ്ട്. സ്വാഭാവികമായിട്ടും എന്താ പറയാ, പശു എന്ന് പറയുന്നത് പശുവിനെ കൊല്ലുമ്പോ നിനക്ക് സങ്കടം വരുമ്പോ പോത്തിനെ കൊല്ലുമ്പോ നിനക്ക് എന്തുകൊണ്ട് സങ്കടം വരുന്നില്ല? പോത്തിനെ കൊല്ലുമ്പോ നിനക്ക് എന്തുകൊണ്ട് സങ്കടമുണ്ട് എനിക്ക് രണ്ടിലും. പക്ഷേ എങ്കിൽ പോലും എന്താ ഒരു ചെറിയൊരു വിഭാഗത്തിന്റെ ഒരു എന്താ പറയാ അവർ ആരാധിക്കുന്ന ഒരു ഇതൊന്നുള്ള രീതിയിൽ നമ്മൾ പരിഗണിച്ച് വിടുക എന്നുള്ള പരിഗണന കൊടുക്കുക എന്നുള്ളത്. ഇത് പറഞ്ഞിട്ട് കേട്ടിട്ട് നീ പോയാ മതി. ഞാൻ ഏറില്ല. നീ മീൻ കഴിക്കോ? ഞാൻ മീൻ കഴിക്കും. മീൻ എങ്ങനെയാടാ ഹലാലാവുക? അതാ മീൻ എന്താ ഹലാലല്ലാത്ത? ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ല എന്നില്ലേ? ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ മീൻ അതിൻ്റെ എനിക്ക് എന്താ ഇസ്ലാമിക കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിൽ പോലും മീൻ എന്ന് പറയുന്നത് ഇസ്ലാം പറഞ്ഞിരിക്കുന്നുണ്ട് ചത്തതിന് കഴിക്കാൻ പാടില്ല. മീൻ സ്വയം തലതല്ലിച്ചാവുന്നത് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. മീനെടുത്ത് പുറത്തിടുന്ന സമയത്ത് അത് ചാവുകയല്ലേ ചെയ്യുന്നത്? അതിനെയല്ലേ നിങ്ങളൊക്കെ എടുത്ത് വെട്ടി വീഴുന്നത്? അത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷെ അതിന്റെ ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ എന്താ പറയുക വസ്തുതാപരമായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത്. പക്ഷെ അതിന്റെ ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഇസ്ലാമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചത്ത സാധനത്തിനെ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നെ ഈ മൊല്യാമാരൊക്കെ എന്തുകൊണ്ട് മീനിനെ കഴിക്കുന്നു? അതൊരു മികച്ച ഒരു ചോദ്യം തന്നെയാണത്. അല്ലേ? സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പിടിച്ചു കഴിഞ്ഞാണല്ലോ അത് പിടിച്ചോ കഴിഞ്ഞോ എന്നല്ല, അല്ലെ അവരത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കോയിനെയും പോത്തിനെയും അത് അവര് അതിൻ്റെതായിട്ടുള്ള. പക്ഷെ അതിൻ്റെ അകത്ത് വേറെ കാര്യമുണ്ട്. ഈ രക്തവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെന്തോ ഒരു ഇതുണ്ട്. അതായത് നമ്മൾ ഈ അല്ല നമ്മൾ ഈ അടിച്ച് കൊല്ലുന്നതും തലക്കടിച്ച് കൊന്നു കഴിയുമ്പോൾ ഉള്ള രക്തം അതുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. ഞാൻ എന്തോ പഠിച്ചിട്ടുണ്ട്. അല്ല അതന്നെ പറഞ്ഞ മീനിന് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല എന്നുള്ള അങ്ങനെ എന്തോ സംവിധാനം ഉണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ള പഠനം അറിയത്തില്ല. മീനിന് നീ യഥാർത്ഥത്തിൽ കണ്ടിട്ടുണ്ട്, നിനക്ക് തന്നെ മനസ്സിലാവും. അത് ആ വെള്ളത്തിൽ നിന്നും കരയിലേക്ക് വരുമ്പം അത് തല്ലി തന്നെയാണ് ചാവുന്നത്. അതിന്റെ വാലും തലയും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടാണ് അത് മരിക്കുന്നത്. അപ്പം ഈ ചത്തുപോകല്ലേ ചെയ്യുന്നത്? ഈ പറയുന്ന മൂല്യന്മാർ എന്തിനാ അതിനെ കഴിക്കുന്നത്? അതിനുള്ള ഉത്തരം അവര് തരട്ടെ. ജസ്ന ചോദിച്ചു. അതെ ജസ്നയുടെ ആ മറുപടിക്ക് നമ്മുടെ ഇതിനെക്കുറിച്ച് താത്വികമായി അവലോകിക്കാൻ കഴിയുന്ന മുസ്ലിയാക്കന്മാരും ഉസ്താക്കന്മാരും അതിന് മറുപടി കൊടുക്കട്ടെ. എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ഗ്രാഹ്യമില്ലാത്തടത്ത് നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഒരു മിനിമം മൗനം പാലിക്കുന്നതാണ് ഒരു മിനിമം കോൺസെപ്റ്റ് എന്നാണ്. അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ എന്തിനാ ഏറി പോകുന്ന അറിയത്തില്ലാത്ത കാര്യത്തിൽ സംസാരിക്കരുത്. അതാണ് അത്. ജസ്റ്റിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലല്ലോ, ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. അല്ല, ഈ ഒരു ചോദ്യം കുറെ കാലമായി എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്നെ ഒരുപാട് ഉസ്താദുമാരെടുത്തിട്ട് അലക്കാറുണ്ട്. ഇവള് കൃഷ്ണനെ വരയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഈ അലക്കുന്ന ഉസ്താദുമാർക്ക് യൂട്യൂബ് ചാനൽ പറ്റും, അന്യ സ്ത്രീകളെ കാണാൻ പറ്റും, അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഉസ്താദുമാരെ ഞാൻ വെല്ലുവിളിക്കുക. ഇതിനുള്ള മറുപടി അവര് തരട്ടെ. അതോടെ അവര് തരണല്ലോ. തീർച്ചയായിട്ടും. ഇനി നമ്മുടെ കഥയിലേക്ക് പോവാം. അപ്പം ഈ പരിപാടിക്കൊക്കെ ഉസ്താദുമാരോടൊക്കെ വെല്ലുവിളിച്ചിരിക്കുക, ഇതിനൊക്കെ മറുപടി തരണം എന്നുള്ളതാണ്. അവർക്ക് മറുപടി ഉണ്ടേ അവർ തരട്ടെ. ഞാൻ പഠിച്ചെടുത്തോളം അവർക്കൊക്കെ വ്യക്തമായിട്ട് ഇതിന്റെ കോൺസെപ്റ്റ് കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും കാരണം മതപരമായിട്ട് കൂടുതൽ അറിയാവുന്നവരാണ് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടത്. എനിക്ക് മതപരമായിട്ട് ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടി എന്താണെന്നുള്ളതിനെ കുറിച്ച് കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു മികച്ചൊരു ചോദ്യമായിരുന്നത്. ആ മികച്ച ചോദ്യത്തിനുള്ള ഉത്തരം അവർ തന്നെ നൽകട്ടെ. ഓക്കെ.